ഇതാണ് എൻ്റെ സെക്കൻഡ് ടാങ്ക്, രണ്ടാമത്. ഇതിൻ്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ് സെക്കൻഡ് ടാങ്ക് കേട്ടോ. ഇതൊരു ജസ്റ്റ് സിമ്പിൾ കുറച്ച് പ്ലാന്റ് ഈ സൈഡിൽ മേടിക്കുന്ന പ്ലാന്റൊക്കെ കട്ട് ചെയ്ത് പ്ലാന്റ് ചെയ്തതിന് ശേഷം ബാക്കി വയ്ക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക്. ഇത് ഇനീഷ്യലി ചെയ്ത സമയത്ത് ഒരു ഡാർക്ക് തീമിലാണ് ചെയ്തത്. നമ്മുടെ ഈ സാൻഡൊക്കെ യൂസ് ചെയ്തേക്കുന്നത് എംസാൻഡാണ്. നമ്മൾ വീട് പണിക്ക് വാർക്കാനൊക്കെ ഉപയോഗിക്കുന്ന എംസാൻഡാണ് യൂസ് ചെയ്തേക്കുന്നത്, താഴെ കൊടുത്തേക്കുന്നത്. പിന്നെ ജസ്റ്റ് ഗ്രാസ് ഈ ഷേപ്പിന് കല്ലൊക്കെ കിട്ടിയത് കേട്ടോ. ലോക്കൽ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം, ഇതൊന്നും പർച്ചേസ് ചെയ്തൊന്നുമില്ല ഒരിടത്തുനിന്നും, ഞങ്ങളുടെ നാട്ടിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചാണ് ഈ കല്ല്. പിന്നെ ഇതിൽ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ, അതിൻ്റെ അകത്ത് മോസ് ഇപ്പോൾ ഗ്രോത്ത് ആയിട്ടുണ്ട്. ചെടി അതിൽ ഗ്രോയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇഷ്ടം പോലെ സ്നെയിലാണ്. ഈ സ്നെയിൽ ഞാൻ എവിടുന്ന സ്ഥലം, കോട്ടയത്ത് നിന്ന് ഒരു ചെടി, വാട്ടർ പ്ലാന്റാണ്. ഇതുപോലെ ഒരു വാട്ടർ പ്ലാന്റ് കൊണ്ടുവന്ന ഒരു വലിയ തണ്ട്, അത് ഞാൻ കൊണ്ടുവന്നിട്ടത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അതിൽ സ്നെയിലുണ്ടെന്ന്. അതിൽ നിന്ന് വന്നതാണ് ഈ നിറൈറ്റ് സ്നെയിലും അതേപോലെ ഈ റാബിറ്റ് സ്നെയിലും. ഇതിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചില ഇപ്പോൾ വീട്ടിലാരെങ്കിലും വന്നത് കാണുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇത്രയും സ്നെയിലുണ്ടല്ലോ ഇതിൻ്റെ അകത്ത്, എന്തൊക്കെയോ പോലെ തോന്നുന്നു അവർക്ക് കാണുന്നത്. അവർക്ക് പ്രശ്നം ഉണ്ടാകും, പക്ഷേ എനിക്കങ്ങനെ കുഴപ്പമില്ല. ഇതൊരു എക്കോസിസ്റ്റമായിട്ട് ഇങ്ങനെ നിലനിന്ന് പോകുന്നതിൻ്റെ അകത്ത് ആ സ്നെയിൽ വരുന്നതുകൊണ്ട് എനിക്ക് അത്രയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ ഇതിൽ 2 തവണ, അപ്പോൾ ഇത് ടാങ്ക് ചെയ്തിട്ട് ഏകദേശം 10 മാസം മേലെ ആയി കാണും. അപ്പോൾ ഇതിൽ ആകെ 2 തവണയാണ് വാട്ടർ ചേഞ്ച് വന്നത്. ഒരു തവണയെന്ന് പറഞ്ഞാൽ ഒരു തവണ ഈ ടാങ്ക് ഇത് ചെയ്ത സമയത്ത് തന്നെ. അതിന് ശേഷം രണ്ടാമതൊരു തവണ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ ഹെൽത്ത് ഭയങ്കരമായിട്ട് പോയിട്ട് മീൻ ചാവാൻ തുടങ്ങി. ആ ടൈമിൽ ഒരു തവണ ഒരു 70% വാട്ടർ ചേഞ്ച് ചെയ്തെടുത്തത്. അതായത് 50 അല്ല, ബോട്ടം വരെ ചേഞ്ച് ചെയ്തിട്ട് വാട്ടർ ചേഞ്ച് ചെയ്തെടുത്തത്. അതിന് ശേഷം ഇതുവരെ നടത്തിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ അകത്തിരിക്കുന്നൊരു ഫിൽറ്ററാണ് കേട്ടോ, ഒരു ഇൻറ്റേർണൽ ഫിൽറ്ററാണ്. ഫിൽട്രേഷനുണ്ട് ഇതിൽ, വെള്ളം ക്ലിയർ ആയിട്ട് തന്നെ കിടക്കണേ. ഫിൽട്രേഷനേക്കാളും മേളിൽ നോക്കി നമുക്ക് കാണാം ഉണ്ടോ, ഒരു വാട്ടർ സർക്കുലേഷൻ ഉണ്ട്. ഇതിൻ്റെ എയറേഷൻ്റെ ആ പൈപ്പ് പൊട്ടിപ്പോയി, അതൊന്ന് വേറെ എടുത്ത് വയ്ക്കണം. പിന്നെ ഇതിൽ ഒരു മണി പ്ലാന്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. മേളിൽ നിന്ന് മണിയൊക്കെ ഉണ്ടോ, മണി പ്ലാന്റ്. അതിൻ്റെ വേര് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് താഴത്തോട്ട്. അതുപോലെ ഈ ഒരു ചെടി ഫോക്കസ് ആയിട്ടുണ്ട്. ഈ ഒരു ചെടിയും വെച്ചിട്ടുണ്ട്. ഇതും നല്ല രീതിയിൽ ഗ്രോത്തുണ്ട് കേട്ടോ. ഈ സെയിം പ്ലാന്റ് തന്നെ വേറെയും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലും കുറച്ചിങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതാണ്. പിന്നെ ഇതിൽ ഫിഷ് എന്ന് പറഞ്ഞാൽ നിയോൺ ടെട്രയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഗപ്പിയുണ്ട്. ഒരേ ഒരു പ്ലാറ്റി, 10 പ്ലാറ്റിനെ മേടിച്ചിട്ടതാണ്. ഈ പ്ലാറ്റി പോയ സമയത്താണ്, പ്ലാറ്റി ഒരു 9-8 ആയിരുന്നു. ആ സമയത്താണ് വാട്ടർ ചേഞ്ച് എടുത്തത്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകുന്നതുകൊണ്ട് അത്രയും മൈൻഡ് ചെയ്യാറില്ല. എല്ലാ ടാങ്ക് അതുപോലെയാണ്, സെൽഫ് സസ്റ്റെയിനിങ് ടാങ്ക് ആയതുകൊണ്ട് അത്രയും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ പ്ലാറ്റിയുടെ എണ്ണത്തിൽ അങ്ങനെ കുറവ് വന്നപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ വാട്ടർ ചേഞ്ച് നടത്തി. ഇതിൻ്റെ അകത്ത് പിന്നെയുണ്ട് ഷ്രിമ്പ് ഉണ്ട് കേട്ടോ. ഷ്രിമ്പ് ഈ ഇടയ്ക്ക് മേടിച്ചാണ്. 5 ഷ്രിമ്പ് മേടിച്ചിട്ടുണ്ട്. 5 ഉണ്ട്, എല്ലാത്തിനും എപ്പോഴും കാണാൻ പറ്റില്ല. ഷ്രിമ്പിനും ഇങ്ങനെ ചെറിയ മീനൊക്കെ ഇഷ്ടം പോലെ ഹൈഡിങ് സ്പേസ് ഉണ്ട്, അതുകൊണ്ട് അതങ്ങനെ അങ്ങ് നടന്നോളൂ. നമ്മുടെ ഈ ഗപ്പി ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് ഗപ്പി, ഇത് ശരിക്കും ബ്രീഡായി. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ചില സമയത്താണ് കാണുള്ളൂ. ഇതിൻ്റെ ഉള്ളിലാണ്, കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ വിസിബിളായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് അക്വേറിയം ലൈറ്റാണ്. ഇത് ഞാൻ തന്നെ DIY ആയിട്ട് ചെയ്തെടുത്ത ലൈറ്റാട്ടോ. WRGB കോൺഫിഗറേഷനിൽ ചെയ്തെടുത്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6500 കെൽവിൻ്റെ 6500 മേലെ കെൽവിൻ നിൽക്കുന്ന LED സ്ട്രിപ്പാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കണത്. ആ ടൈപ്പ് ഒരു ലൈറ്റ് വെച്ചാൽ മതി. നമ്മൾ പഠിച്ച് ചെല്ലുന്തോറും അല്ലോ അറിയുന്നത് എന്താണ് വേണ്ടതെന്നുള്ളത്. പിന്നെ എൻ്റെ ഈ വലിയ ടാങ്കുകളിലെല്ലാം ഉള്ളതാണ് ഓട്ടോമേറ്റഡ് ഫിഷ് ഫീഡർ. ഇത് ചെറിയ മീനായതുകൊണ്ട് മാത്രം ഇവിടെ ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് കുറച്ചിട്ടുണ്ട്. കാരണം മറ്റേതുപോലെ ഒരുപാട് വരേണ്ട ആവശ്യമില്ല. മറ്റേ ടാങ്കിൽ വലിയ മീനാണ്, അത് 2 നേരം ഫീഡ് ചെയ്യുന്നുണ്ട്. ഇതിലൊരു നേരം രാവിലെ 8ക്ക് മാത്രമാണ് ഫീഡ് ചെയ്യണേ.
അത് ഇതിൻ്റെ അകത്ത് കണ്ടറിയാം. ഇതിൻ്റെ അകത്ത് 24 ഹവറിൻ്റെയാണ് ബ്ലിങ്ക് ചെയ്യണത്. ഇപ്പോൾ രാവിലെ 8:30 മാത്രം ഫീഡാവും. പിന്നെ ഈ ടാങ്ക് കാണിച്ചു തന്നപ്പോൾ പറയാത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അക്വേറിയം ലൈറ്റിങ്ങിൻ്റെ ടൈമിങ്. ഇതിൽ അക്വേറിയം ലൈറ്റ് ചെയ്യണത് ഈ എല്ലാത്തിലും, ഈ ജാറായിക്കോട്ടെ ഈ 2 അക്വേറിയംസിലായിക്കോട്ടെ, ലൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ 8 മണിക്കൂറാണ്. ഉച്ചയ്ക്ക് 12:30 തൊട്ട് രാത്രി 8:30 വരെയാണ് ലൈറ്റ് ടൈം. അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് കണ്ടോ, ക്യൂബോൻ്റെ ഒരു സ്മാർട്ട് പ്ലഗ് ഉണ്ട്. അത് ടൈമർ സെറ്റ് ചെയ്യാം, ടൈമിങ് സെറ്റ് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്യാം. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആക്കാമെന്നല്ല, ആപ്ലിക്കേഷനിൽ മാനേജ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യാം. അത്രയാണ് ഇത് ചെയ്തത്. ഇതിൽ CO2 ഒന്നുമില്ല. ഇതും വാൾ സ്റ്റാർട്ട് മെത്തേഡാണ്. ബോട്ടം ലെയറിൽ ഈ മേൽഭാഗത്തിൻ്റെ ഈ ഏരിയയിൽ അടിയിൽ മണ്ണാണ്, നമ്മുടെ ഗാർഡൻ സോയിൽ. ഗാർഡൻ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലെയറല്ല, മണ്ണ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു 2-2.5 അടി കുഴിച്ചിട്ട് അതിൻ്റെ താഴത്തുള്ള മണ്ണെടുത്ത്. കാരണം അത്രയും നമുക്ക് ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല, വളം അത്രയും വേണ്ടാത്തതുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള മണ്ണാണ് എടുത്തേക്കണേ. അത് ഞാനൊരു നമ്മുടെ ഈ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന തുണിസഞ്ചി ഉണ്ടല്ലോ, തുണിസഞ്ചിയിൽ പൊതിഞ്ഞിട്ടാണ് വെച്ചേക്കണേ, ഇപ്പോൾ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് അവിടെ മാത്രം ഇത്രയും ഗ്രോത്ത് വരുന്നത്, ലക്ഷ ഗ്രോത്ത് വരുന്നത്. ഇവിടെ അത്രയും ഗ്രോത്ത് ഇല്ലാത്ത. എൻ്റെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ 2 കല്ലിൻ്റെ പുറകിൽ ഈ 3 കല്ലിൻ്റെ പുറകിൽ ഒരു ചെടി, ഇതിൻ്റെ പുറകിൽ ഒരു ചെടി, അങ്ങനെയാണ് നട്ടത്. ഓക്കെ, ഈ പ്ലാന്റ് പോയിട്ട് ഞാൻ പിന്നെയും നട്ടതാട്ടോ ഈ വളർന്നു നിൽക്കുന്നത്. പക്ഷേ ഈ പുല്ല് നട്ടത് കാർപ്പറ്റായ പോലെ അല്ല, സാധാ ഇത് തന്നെയാണ്. ഇത് നട്ട് ഭയങ്കരമായിട്ട് വളർന്ന് ഇത്രയും വന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പറിച്ച് കളയണ്ട, ഗ്രീനറി ഉള്ളത് നല്ലല്ലോ, ഒരു ഇക്കോസിസ്റ്റമായിട്ട് അത് മെയിൻറ്റെയിൻ ആയിക്കൊണ്ടിരിക്കുമല്ലോ. പിന്നെ ഇതൊരു ആമ്പലിൻ്റെ തണ്ട, അത് ഈ ടാങ്കിൽ കിടന്നതാണ്. ഈ ടാങ്കിൽ കിടന്ന ആമ്പലിൻ്റെ തണ്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഇതിൻ്റെ അകത്തോട്ട് പറിച്ചു വെച്ചു. 2 ഉണ്ടായപ്പോൾ ഇതിവിടെ കിടന്ന് വളരുന്നുണ്ട്. ഈ ആമ്പൽ മാറ്റിയിട്ട് ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു ജാറ് മേടിച്ചിട്ട് അതിലോട്ട് വയ്ക്കുന്ന പ്ലാൻ. അതാണ് അടുത്ത പ്ലാൻ. അപ്പോൾ അത് ചെയ്യുന്നത് ഒന്നേന്ന് തൊട്ടുള്ളൊരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതാണ് നമ്മുടെ ചെറിയ അക്വേറിയം. ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ, നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിൽ അക്വേറിയം നോക്കാൻ ടൈമില്ല, അക്വേറിയത്തിന് എല്ലാ ടൈമിലും നമുക്ക് നോക്കാൻ സമയമില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ അക്വേറിയം മെത്തേഡാണത്. 2 അടി, ഇതാണ് ഒരു ബേസിക് ടാങ്ക്. 2-1 ഒരു ടാങ്ക് മേടിക്കാം, ഒരു ലൈറ്റ്. അത് ഈ ലൈറ്റ് മേടിക്കാൻ കിട്ടും കേട്ടോ, 1700-1300 രൂപ വരുള്ളൂ. ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഉണ്ട്. DIY ചെയ്യാമെന്ന് വേണമെന്നില്ല. അതേപോലെ ഒരു ഓട്ടോമേറ്റഡ് ഫീഡർ, ഇതും ഒരു 1300 രൂപ വില വരും. പിന്നെ നമ്മുടെ ക്യൂബോൻ്റെ പ്ലഗ്, ആ പ്ലഗിന് 800 രൂപയും വരും. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് വലിയ കാര്യമായിട്ട് മെയിൻ്റെനൻസ് ഇല്ല. ആഴ്ചയിൽ ഒരിക്കൽ ടോപ്പപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ടാങ്കിൽ ഞാൻ ആകെ ചെയ്യുന്നതാണ് വാട്ടർ ടോപ്പപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് മീൻ ഇതിൻ്റെ കമ്മ്യൂണിറ്റി ഫിഷ് എന്തെങ്കിലും മേടിച്ചിടാൻ തോന്നിക്കഴിഞ്ഞാൽ മേടിച്ചിടും. ഇപ്പോൾ കുറേ ആയിട്ട് മീൻ പ്രശ്നങ്ങളൊന്നുമില്ല, ഹെൽത്തി ആയിട്ടാണ് പോണത്. പിന്നെ ആകെ പറ്റിയത് 10 നിയോൺ ടെട്രേനെ മേടിച്ചിട്ടത് 7 ഉള്ളൂ. അത് റീസെൻ്റ്ലി മേടിച്ചിട്ടാട്ടോ. അതെല്ലാ തവണ എങ്ങനെ നിയോൺ ടെട്രേനെ എവിടെയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടോ അതെല്ലാ തവണ എങ്ങനെയാണ് ഫുള്ളായിട്ട് ഒരു കാലത്തും അത് സർവൈവായി കിട്ടാറില്ല. അത് അവിടെ നിന്ന് കൊണ്ടുവന്ന മീനിൻ്റെ പ്രശ്നമുണ്ടോ, കാരണം ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഈ വിൽക്കുന്ന സ്ഥലത്തും അവർ ആ മീനെ അത്രയും പ്രോപ്പറായിട്ട് കെയർ ചെയ്യില്ല. ഏഞ്ചലൊക്കെ ആണെങ്കിൽ പിന്നെ അവർ നല്ല രീതിയിൽ കെയർ ചെയ്യും, ഗപ്പി ആണെങ്കിൽ ചെയ്യും. ഈ കുഞ്ഞ് മീനാണെങ്കിൽ നീണ്ടോട്ടരയ്ക്ക് വിലയും കുറവാണ്, അതാണ് ഒരു പ്രത്യേകത കാര്യമുണ്ട്. കാർഡിനലിന് പിന്നെ വിലയുണ്ട്. ഇതാണ് നമ്മുടെ ടാങ്ക്, ഇതാണ് ഫുൾ വ്യൂ. ഇതിപ്പോൾ നൈറ്റ് ഏകദേശം ഒരു 12 മണിക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റൊക്കെ ഉള്ള ദിവസം ഫുൾ നൈറ്റ് ഞാൻ ലൈറ്റ് റൺ ചെയ്തിടും. ഇപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് മീനെയൊക്കെ ഉണ്ട് ചായ കുടിച്ചിരിക്കാൻ രസമാണ്. ഇത് ഇടയ്ക്ക് ചെയ്യുന്ന പരിപാടിയല്ല, എൻ്റെ ഡെയിലി ഉള്ളതാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന റൂമാണിത്, ആ റൂമിലാണ് സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ വർക്കൊക്കെ ചെയ്തിരിക്കും, ഇടയ്ക്ക് മീനെ നോക്കും. ഇതായിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഈ ടാങ്കിൽ ഒരു ഏഞ്ചിൽ പോയ കഥയാണെന്ന് പറയുന്നത്. അത് നല്ല ടൈമായ ഏഞ്ചിലായിരുന്നു, അത് കൈ കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഏഞ്ചിൽ വരുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറയാം, ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും ബൈ ബൈ.